നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ടും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും ആവണക്കെണ്ണ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ടുള്ള 5 പോയിന്റ്സുകളിൽ ആവണക്കെണ്ണ പുറമെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നീർക്കെട്ട് അകറ്റാനും വേദന അകറ്റാനും വേണ്ടിയിട്ടും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഈ ആവണക്കെണ്ണ പുറമെ പുരട്ടുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ്, ഏത് അളവുകളിലാണ്, എപ്പോഴാണ് കൃത്യമായി ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ അറിവുമായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എണ്ണകള്, തൈലങ്ങളൊക്കെ തന്നെ പുറമെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമോ, സ്കിന്നിന് മാത്രമല്ലേ അത് ബാധകമായിട്ടുള്ളൂ എന്ന ചിന്ത പലപ്പോഴും ഉണ്ടായേക്കാം. എന്നാൽ ചില തൈലങ്ങൾ അല്ലെങ്കിൽ ചില എണ്ണകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് ടിഷ്യൂസിൽ വരെ ഇറങ്ങി ചെല്ലുകയും ഒരുപാട് നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ആയിക്കോട്ടെ, വേദന ആയിക്കോട്ടെ ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായകരമാവുകയും ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഞരമ്പുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ്. നമ്മുടെ ആയുർവേദത്തിൽ പലവിധ തൈലങ്ങളും ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യപ്പെടുന്നതാണ്. ഇതിൽ ഏറ്റവും ഗുണകരമായിട്ടും അതുപോലെ വേദനകൾ മാത്രമല്ല മറ്റു പല ആരോഗ്യ ഗുണങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്, റിസിനോലേക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിൽ മാത്രമല്ല ടിഷ്യൂസിൽ വരെ ഇത് ആഴ്ന്നു ചെല്ലുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനി നമുക്ക് പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാഭി ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ കേന്ദ്ര ബിന്ദുവായിട്ട് തന്നെ വരുന്നതാണ് ഈ ഒരു നാഭി പോർഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നാഡി ഞരമ്പുകളൊക്കെ തന്നെ പാസ് ചെയ്യപ്പെടുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔഷധയോഗ്യമായിട്ടുള്ള എണ്ണകളോ തൈലങ്ങളോ ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഗുണകരമാണ്. ഇതിനെ നാഭി പൂരണ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് തന്നെ ഞാൻ പല വീഡിയോസുകളും ഇതിന്റെ അവയർനെസ്സിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങള്, ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ നെർവ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 തുള്ളിയായിട്ടുള്ള ആവണക്കെണ്ണ ചെറു ചൂടോട് കൂടിയിട്ട് പുക്കിളിന്റെ ഭാഗത്ത്, നമ്മൾ കിടന്നുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി, കിടന്നിട്ട് പുക്കിളിന്റെ ഭാഗത്ത് ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റുമായിട്ടുള്ള രീതിയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും നല്ലൊരു സമയം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ എങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്ത് 2 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ദിവസവും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ ഗുണം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പുക്കിളിന് താഴെയുള്ള ഭാഗം, അടിവയറിന്റെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ആവണക്കെണ്ണ പുരട്ടി കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നതിലൂടെ കുടൽ സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ കുടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ സ്ത്രീകളിലെ ഹോർമോണൽ ഇഷ്യൂസുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദനകൾ വരാം, പീരിയഡ്സ് ആവാൻ ലേറ്റ് ആവുന്ന പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഭാഗത്തും സർക്കുലർ മോഷനിലായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 4-5 തുള്ളി മാത്രമാണ് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതും നമുക്ക് രാത്രിയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. രാത്രിയിൽ ഉറങ്ങുന്നതിന് 15 മിനിറ്റ് മുന്നേ ആയിട്ടും ഇതുപോലെ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സന്ധികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ മുട്ടിനോ കൈമുട്ടിന്റെ ഭാഗത്തോ ഒക്കെ തന്നെ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് കാരണം ഇത് വാതശമനയായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ആ വേദനകൾ, ഉള്ളിലുള്ള നീർക്കെട്ടുകളും അതുപോലെ ആ ഉള്ളിലുള്ള ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് 1/2 സ്പൂൺ അളവായിട്ടുള്ള ആവണക്കെണ്ണ ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം വേദനയുള്ള ഭാഗത്ത് ചെറു ചൂടോട് കൂടിയിട്ട് പുരട്ടി കൊടുത്ത് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും കൈകൊണ്ട് ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മുട്ടിന്റെ ഭാഗത്താണ്, കാലിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള രീതിയിൽ മസാജ് ചെയ്യുക. ഹാർട്ടിന് ഫേസ് ചെയ്തിട്ടുള്ള രീതിയിൽ മസാജ് കൊടുക്കുന്നതാണ് ആ ഭാഗത്ത് ഗുണകരമായിട്ടുള്ളത്. അതുപോലെ മുട്ടിനൊക്കെയും നമുക്ക് എവിടെയൊക്കെ വേദനകളുണ്ടോ ആ ഭാഗത്ത് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും മസാജ് കൊടുത്തതിന് ശേഷം
ചൂട് പിടിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു തോർത്തുകൊണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി ചെറുതായിട്ട് പൊള്ളിക്കാത്ത രീതിയിൽ ആ ഒരു ഭാഗത്ത് ചൂട് പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതും ഒരു 5 മിനിറ്റ് നേരമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗുണകരമാണ്. ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു സമയമെങ്കിലും ഇത് ചെയ്യുന്നതിലൂടെ വേദനകൾ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാൽപാദത്തിന്റെ വെള്ള ഭാഗത്താണ് നമ്മളിത് പുരട്ടി കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ ടെൻഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആവാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കുന്നതിലൂടെയോ ഈ ഒരു ഭാഗത്ത് മസാജിങ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയും ടെൻഷൻ കുറയാനൊക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് 2 or 3 തുള്ളി ചെറു ചൂടുള്ള ആവണക്കെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കാൽവെള്ള ഭാഗത്ത് പുരട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും മസാജ് ചെയ്തതിന് ശേഷം അതിന് പുറമെ ഒരു സോക്സും കൂടെ ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ദിവസേന ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ ഭാഗമാണ്. അതായത് ഈ കഴുത്തിന്റെ ഭാഗത്ത് പലർക്കും രാവിലെ എണീക്കുന്ന സമയത്ത് അമിതമായിട്ട് സ്റ്റിഫ്നെസ് തോന്നാറുണ്ട്, ഒരു പിടുത്തം തോന്നാറുണ്ട്, ഒരു വേദന പോലെയോ തോളിന്റെ അങ്ങോട്ടേക്ക് ഒരു വേദന പോലെയൊക്കെ തന്നെ തോന്നാറുണ്ട്. പലപ്പോഴും അത് നമ്മുടെ പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കുറച്ച് സമയത്തേക്ക് രാവിലെ അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. കാരണം നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ലിംഫാറ്റിക് ചാനൽസുകളുണ്ട്. ഇവയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ റിമൂവ് ചെയ്യപ്പെടുന്ന സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ കറക്റ്റായ രീതിയിലുള്ള സർക്കുലേഷൻസ് നടത്താൻ വേണ്ടി സഹായകരമാകുന്നതാണ്. അതിനു വേണ്ടിയിട്ട് 3 or 4 തുള്ളിയായിട്ടുള്ള ആവണക്കെണ്ണ ചെറു ചൂടോട് കൂടിയിട്ട് കഴുത്തിന്റെ പിൻഭാഗത്ത് കൂടി താഴത്തേക്കുള്ള രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. ഈ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിന്റെ പുറകു ഭാഗത്തു നിന്നും താഴത്തേക്കുള്ള രീതിയിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് 2 ഭാഗത്തുമായിട്ട് നമ്മുടെ കഴുത്തിന്റെ 2 സൈഡുകളിലായിട്ട് ഇതുപോലെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ അകറ്റാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് 5 പ്രധാന പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഇതേ ആവണക്കെണ്ണ തന്നെ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ അകറ്റാനും വേദനകൾ അകറ്റാനും അതുപോലെ തന്നെ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. 1 ഗ്ലാസ് വെള്ളം എടുക്കുക. അത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് 1/2 സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ജീരകം ഇടുക. ഇത് തിളച്ചിട്ട് ഏകദേശം 1/2 ഗ്ലാസ് ആവുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ 1/2 ഗ്ലാസ് വെള്ളം ചെറു ചൂടോട് കൂടിയിട്ട് ഒഴിക്കുക. ആ ചെറു ചൂടിനകത്തേക്ക് ആവണക്കെണ്ണയിൽ നിന്നും 5 ml എടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കിയതിനു ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളും ഇൻഫ്ലമേഷൻസും വേദനകളൊക്കെ തന്നെ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. എന്നാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആവണക്കെണ്ണ എന്നുള്ളത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ആവണക്കെണ്ണ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആമസോണിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും നന്നായിരിക്കണം. അപ്പോൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ആവണക്കെണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ പുറമേ നമ്മുടെ മുഖത്ത് പുരട്ടുന്നതിലൂടെയും ഒക്കെ തന്നെ ചുളിവുകൾ കുറയ്ക്കാനും പ്രായം കുറവ് തോന്നിക്കാനും ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെ തന്നെ ഒരുപാട് വീഡിയോസുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.